അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാട്ടോ രാവിലത്തെ. അപ്പോൾ ആദ്യം തന്നെ ഉറക്കം ഉണർന്ന പാട് തന്നെ നമുക്ക് ജീവിതം നൽകിയ തിരിച്ചു തന്ന ഉറക്കം പറയുന്ന ഒരു മരണത്തിന് തുല്യമല്ലേ. അപ്പോൾ നമുക്ക് ജീവിതം തിരിച്ചു തന്ന അള്ളാഹു താലക്ക് നന്ദി പറഞ്ഞുകൊണ്ടിട്ട് എൻ്റെ ജീവിതം, എൻ്റെ ഇന്നത്തെ ദിവസം, എൻ്റെ ജീവിതം തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഉണർന്ന പാട് ഞാൻ എന്താക്കും, കർട്ടനൊക്കെ ഒന്ന് നീക്കും. കാരണം പുറത്തുള്ള വെളിച്ചമൊക്കെ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി, ഒരു സന്തോഷമാണ്. ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കും. കാരണം എന്താ വെച്ചാൽ വൃത്തി ഈമാൻ്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എണീറ്റ് പാട് റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ ഞാൻ നേരെ പോവുക എങ്ങോട്ടാ വെച്ചാൽ കിച്ചണിലേക്ക് കേട്ടോ. കിച്ചണിലേക്ക് പോകും. കിച്ചണിലേക്ക് നേരെ പോകുമ്പോൾ ഞാൻ ബിസ്മി പറഞ്ഞിട്ട് കേട്ടോ കയറുക. എപ്പോഴും ബിസ്മി പറയാതെ കയറാറേ ഇല്ല. കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ കിച്ചണിൻ്റെ ഡോറൊക്കെ ഒന്ന് തുറന്ന് പുറത്തത്തെ ആ വിങ്ങലുണ്ടാവുമല്ലോ അകത്തുള്ള ആ വിങ്ങലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് തുറന്ന് എപ്പോഴും കിച്ചണിലേക്ക് കിടക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടേ കിടക്കലുള്ളൂ കേട്ടോ. അടുത്ത ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ വെള്ളം കുടിക്കില്ല, എൻ്റെ ഒരു ശീലം കേട്ടോ. രാവിലെ എണീറ്റ പാട് വെള്ളം കുടിക്കും. അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. ഡെയിലി രാവിലെ എണീറ്റ പാട് വെള്ളം കുടിക്കും. ഒന്നെങ്കിൽ സാധാ വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ കുടിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എണീറ്റ പാട് ചൂടുള്ളതൊന്നും ഞാൻ കുടിക്കലില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നല്ല ഊർജ്ജവും ഉന്മേഷമൊക്കെ കിട്ടാൻ. അപ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഞാൻ ധൃതി പിടിച്ചിട്ടൊന്നും കുടിക്കില്ല. ടേബിളിലൊക്കെ ഇരുന്ന് ബിസ്മിയൊക്കെ പറഞ്ഞ് ഓരോ സ്വിപ്പ് വീതം പതുക്കെ കുടിക്കുകയുള്ളൂ കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ ധൃതി പിടിച്ചിട്ട് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമുക്കും കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ അൽഹംദുലില്ലാഹ് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത് ചായ വെക്കുക എന്നുള്ള പരിപാടിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. അതിന് മുമ്പായിട്ട് ചായ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും കുടിക്കും. ഞാൻ കുടിക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും ചായ വെച്ച് കൊടുക്കണമല്ലോ. ഇതിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും ഞാൻ കിച്ചണിൽ എന്തെങ്കിലും അടുപ്പ് ഓണാക്കുമ്പോൾ എപ്പോഴും ഈലാഫി ഖുറൈശി ചൊല്ലിയതിന് ശേഷം മാത്രമേ ഓണാക്കുള്ളൂ കേട്ടോ. കാരണം അത് ബർക്കത്താണ് ഭയങ്കരം. പിന്നെ ഞാൻ എന്ത് ചെയ്യും, നടുവത്തത്തെ ലൈറ്റൊക്കെ ഇട്ട് നടുവത്തത്തെ കർട്ടനൊക്കെ ഒന്ന് നീക്കിയിടും. കാരണം രാവിലെ തന്നെ വെളിച്ചമൊക്കെ വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. എപ്പോഴും ഇങ്ങനെ ഇരുണ്ട് മൂടി കിടക്കുന്നത് നമുക്ക് എപ്പോഴും നെഗറ്റിവിറ്റിയാണ് നമുക്ക് തരിക. കാരണം എപ്പോഴും വെളിച്ചമൊക്കെ വേണം. പിന്നെ ഞാൻ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോവാണ്. ബാത്റൂമിൽ കയറുമ്പോൾ എപ്പോഴും ഇടത് കാല് വെച്ച് കയറാനും ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലിയിട്ടേ ഞാൻ കയറലുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവിധ ശൈത്താൻ്റെ ഷെറുകളെ തൊട്ടൊക്കെ നമ്മൾ കാക്കും. ഇനി ഒന്ന് ഫ്രഷ് ആവാം. ബാത്റൂമിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞ ഇടത് കാല് വെച്ച് കയറും, പ്രാർത്ഥന ഒക്കെ ചൊല്ലണം എല്ലാവരും. പിന്നെ പല്ല് തേച്ച് ഉളുവെടുത്ത് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഉന്മേഷം ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. കാരണം എന്തായാലും അതൊക്കെ ഒരു സന്തോഷം, ഭയങ്കര ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉളു എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എനിക്ക് കുറച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വലത് കാല് വെച്ച് ഇറങ്ങാനും ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലാറുണ്ട്. നിങ്ങളും അതുപോലെ ചെയ്യുക കേട്ടോ. എനിക്ക് കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട്. അതൊക്കെ നല്ലൊരു ശീലമാണ്. ചിതറി കിടക്കുന്ന ഡ്രസ്സൊക്കെ അവിടെയൊക്കെ ആയി കിടക്കുന്ന എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങാറാണ്. എപ്പോഴും അതിനൊക്കെ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കും. ഇതൊരു വെറൊരു ജോലിയല്ല, നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഡ്രസ്സുള്ളൂ കേട്ടോ, അതൊക്കെ ഒന്ന് മടക്കി വെച്ച് അതൊക്കെ ഒന്ന് അലമാരയിലേക്ക് എടുത്ത് വെക്കാൻ വിചാരിച്ച്. പിന്നെന്താ വെച്ചാൽ അന്നന്ന് ഞാൻ ഡ്രസ്സുകൾ മടക്കി വെക്കുന്നതിനെ കൊണ്ട് എനിക്ക് ഒരുപാട് ഡ്രസ്സുകളൊന്നും ഉണ്ടാവാറില്ല മടക്കാൻ. അപ്പോൾ നമ്മളെ ബെഡ്റൂമിൽ ഏത് സമയത്തും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീനാക്കി വെക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും, എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വാരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. കാരണം നമ്മളെ വസ്ത്രങ്ങളൊക്കെ അങ്ങനെ അഴുക്കായിട്ട് ഇങ്ങനെ ചിതറി കിടക്കുന്നത് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ തന്നെ ശൈത്താൻ്റെ ഭയങ്കര ഒരു ഷെറയിക്കരം നമുക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട് അതൊക്കെ. ഇനി അടുത്തെൻ്റെ ഈ രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ടൊരു നിസ്കാരം. എല്ലാ പ്രാർത്ഥനകളിലും ലോകത്തുള്ള എല്ലാവരെയും ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ ഞാൻ. അൽഹംദുലില്ലാ സമാധാനമുള്ള ഒരു തുടക്കം കിട്ടി എനിക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും എപ്പോഴും ദ്വാരക്കാറുണ്ട്. എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും.